സർ നമസ്കാരം. നമസ്തേ. സർ, സൗദിയിൽ നിന്നും യുഎഇയിലേക്കുള്ള ബാങ്ക് ട്രാൻസ്പോർട്ടേഷൻ നിർത്തിവെച്ചു, ബാങ്ക് ട്രാൻസാക്ഷൻ നിർത്തിവെച്ചു എന്നുള്ള തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ കാരണമായിട്ട് വരുന്നത്? ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള, അതായത് ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ എന്നത് 6 രാജ്യങ്ങൾ അടങ്ങുന്ന ഒരു കൂട്ടായ്മയാണ്. UAE, ബഹ്റൈൻ, ഖത്തർ, സൗദി അറേബ്യ, പിന്നെ ഒമാന്, ഇങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം കൂടെ അടങ്ങുന്ന ഒരു കൂട്ടായ്മയാണ് ഈ GCC. ആ കൂട്ടായ്മയിലെ പരസ്പര ബന്ധത്തിന്റെ കാര്യത്തിൽ ചില വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയെന്ന, അതായത് ഗൾഫിന്റെ ജിയോ പൊളിറ്റിക്സ് മാറുന്നു എന്നതിന്റെ സൂചനയാണ് സൗദി അറേബ്യൻ ബാങ്കുകൾ UAE-യിലുള്ള ട്രാൻസാക്ഷനുകൾ തടഞ്ഞു വെക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പൊ ഇന്നലെയാണ് ബ്ലൂംബർഗ്, അന്താരാഷ്ട്ര ഫൈനാൻഷ്യൽ വാർത്താ ഏജൻസിയാണ് ബ്ലൂംബർഗ് ആണ് ഈ വാർത്ത പുറത്തുവിട്ടത്. സൗദിയിലെയും ഗൾഫിലെ മിക്ക പത്രങ്ങളിലും ഈ വാർത്ത വന്നിട്ടുണ്ട്. പക്ഷേ സൗദി സെൻട്രൽ ബാങ്ക് ഇങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്ന ഒരു നിഷേധക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. പക്ഷെ യാഥാർത്ഥ്യം അതല്ല. അവിടെ ബാങ്ക് ട്രാൻസാക്ഷന് വലിയ ബുദ്ധിമുട്ടുകളാണ് ബിസിനസ്സുകാർ അനുഭവിക്കുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ വ്യക്തികൾക്ക്, ഇൻഡിവിജ്വൽസിന് ചെറിയ രീതിയിലുള്ള പൈസ അയക്കുന്നതിനൊന്നും ഒരുപക്ഷെ തടസ്സം ഉണ്ടാവില്ല. പക്ഷെ ഇത് മുഖ്യമായിട്ടും ഈ തടസ്സം നേരിടുന്നത് ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്ന വലിയ പണക്കാരായിട്ടുള്ള ആൾക്കാർ അവരുടെ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് അവരുടെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് പണം ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും, കമ്പനികളൊക്കെ തന്നെ അവരുടെ അക്കൗണ്ടിൽ നിന്നും, ഒരു ബിസിനസ് അക്കൗണ്ടുകളിൽ നിന്നും വേറെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും അവിടെയൊക്കെയാണ് ഈ വലിയ എമൗണ്ടുകളാണ് ഈ തടസ്സത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഇവിടെ ഇത് വലിയ ബുദ്ധിമുട്ട് ബിസിനസ്സുകാർക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യക്കാരായ ബിസിനസ്സുകാർ പല ആൾക്കാരും UAE-യിൽ നിർമ്മിച്ച് സൗദിയിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നൊരു സമ്പ്രദായമുണ്ട്. ഈ ഷാർജയിലൊക്കെ ഉള്ള സ്പെഷ്യൽ ഇക്കണോമിക് സോൺ, പ്രത്യേകിച്ച് അതുപോലെ തന്നെ ദുബായിലെ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ, ഇവിടെയൊക്കെ ധാരാളം വ്യവസായങ്ങളുണ്ട്. അപ്പൊ ആ വ്യവസായങ്ങൾ സൗദിയിലേക്ക് അവരുടെ സാധനങ്ങൾ, മർച്ചൻഡൈസ് ഗുഡ്സ് എന്ന് പറയുന്ന ഉൽപാദന വസ്തുക്കൾ അങ്ങോട്ട് കയറ്റി അയക്കുന്നു. ഈ കയറ്റി അയക്കുന്നത് 2 ലക്ഷ്യമാണ് സൗദിക്കെന്നാണ് ഇപ്പോൾ പുറത്തു പറയുന്നത്. അതായത് ഒന്ന്, ഈ നിക്ഷേപകരെ കൊണ്ട് സൗദിയിൽ വ്യവസായം തുടങ്ങാൻ നിർബന്ധിതമാക്കുക. UAE ജനസംഖ്യ കുറവുള്ള ഒരു രാജ്യമാണ്. അവിടെ ലക്ഷങ്ങളുടെ ജനസംഖ്യയും, സൗദിയിൽ ഒരു 2 കോടിയിലധികം ജനങ്ങളും, വലിയ മാർക്കറ്റാണ്. അപ്പൊ പക്ഷെ സൗദി എന്ന മാർക്കറ്റിലെ ഉപയോഗിക്കുന്നത് മറ്റു രാജ്യങ്ങളുടെ വ്യവസായികളാണ്. അത് വേണ്ട, ഇനി സൗദി വിൽക്കുന്ന സാധനങ്ങൾ സൗദി തന്നെ ഉൽപ്പാദിപ്പിക്കട്ടെ എന്നുള്ള ഒരു പോളിസി സൗദി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതായിട്ടാണ് ഒരു സൂചന. മറ്റൊരു വിഷയം, UAE-യും സൗദിയും തമ്മിൽ പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഇപ്പൊ ഉദാഹരണത്തിന്, യമനിൽ ഹുദികൾ എന്ന് പറയുന്നത് ഷിയ സമുദായത്തിൽപ്പെട്ടവരാണ്. അവരാണ് യമന്റെ വടക്കൻ ഭാഗങ്ങളിൽ, അവർക്കാണ് നിയന്ത്രണം. യമന്റെ തെക്കൻ ഭാഗങ്ങളിൽ സുന്നികളാണുള്ളത്. ആ സുന്നി അവിടെ തദ്ദേശീയമായിട്ടൊരു സുന്നി സൈന്യവും, ആ സുന്നി സൈന്യം അവിടെ ഈ ഷിയാകളുടെ ഹുദികളുമായിട്ട് പോരാടും. ഈ പോരാടുന്ന സുന്നി സൈന്യത്തിനെ സഹായിക്കാനായിട്ട് സൗദിയുടെ സൈന്യമുണ്ട്, UAE-യുടെ സൈന്യമുണ്ട്. പക്ഷേ ഇതിനിടയ്ക്ക് ഈ സുന്നി സൈന്യത്തിൽ 2 ഗ്രൂപ്പുകളുണ്ട്. അതിൽ ഒരു ഗ്രൂപ്പിനെ സൗദി സഹായിക്കുന്നു, മറ്റൊരു ഗ്രൂപ്പിനെ UAE സഹായിക്കുന്നു. അങ്ങനെ ഇവർ തമ്മിൽ സംഘർഷമായി. ഒടുവിൽ UAE സൈന്യത്തോട് അവിടുന്ന് പിൻവാങ്ങാനായിട്ട് ഇവരാവശ്യപ്പെട്ടു. അങ്ങനെ ആ ഒരു ഘട്ടത്തിലെത്തി. അപ്പോ പൊളിറ്റിക്കൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ, സാമ്പത്തിക താല്പര്യങ്ങളിലെ വ്യത്യസ്തതകൾ, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അവരുടെ പരസ്പരം ബൈലാറ്ററൽ റിലേഷൻ എന്നുള്ളത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം, അതിനെ ബാധിച്ചിരിക്കുന്നു. അതാണ് ഈ സൂചനകൾ പുറത്തുവിടുന്നത്. ഇത് അവരത് നിഷേധിക്കും. കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു മാധ്യമ ലോകത്തിലും അവിടുത്തെ ഒരു ഇതിലും നമ്മുടെ നാട്ടിലെ പോലെ അല്ല. അങ്ങനെ മാധ്യമ സ്വാതന്ത്ര്യമോ അല്ല മറ്റു രീതിയിലുള്ള സ്വാതന്ത്ര്യമോ ഒന്നുമില്ല. നമുക്ക് ഇപ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷൻ അനുസരിച്ച് ഒരു ചോദ്യം ഒന്നും ചോദിക്കാൻ അവിടെ പറയത്തില്ല. അവര് ഇഷ്ടമുള്ളത് പറയും. ആ പറയുന്നത് തന്നെ സത്യം. അങ്ങനെ തന്നെയാണ്. അതിനപ്പുറത്തോട്ട്, കാരണം അവിടെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, അവിടുത്തെ സർക്കാരിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ജയിലിൽ കിടക്കും. അപ്പോ കേരളത്തിൽ നിന്ന് പോകുന്ന മലയാളികള്
ഇന്ത്യക്കെതിരെ അവിടെ ഇരുന്നുകൊണ്ട് സംസാരിക്കും. പക്ഷെ ഏതെങ്കിലും മലയാളി സൗദി സർക്കാരിനെതിരെ സംസാരിച്ച് കണ്ടിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഏതെങ്കിലും മലയാളി UAE സർക്കാരിന്? ഇല്ല. കാരണം അവർക്കറിയാം സംസാരിച്ചു കഴിഞ്ഞാൽ അകത്ത് കിടക്കും, പിന്നെ ഇറങ്ങത്തില്ല വെളിയിലോട്ട്. അപ്പോ അത്തരം ഒരു വ്യവസ്ഥിതി നിലനിൽക്കുന്ന രാജ്യങ്ങളാണ്. സ്വാഭാവികമായിട്ടും അവിടെ അവർ മിണ്ടില്ല. അപ്പൊ അവിടെ ഇത് നടന്നാല് സൗദി സർക്കാർ പറയുന്നു തെങ്ങിലുണ്ടാകുന്നത് മാങ്ങയാണെന്ന് പറഞ്ഞാൽ മലയാളികളായിട്ടുള്ള ആൾക്കാർ അത് പണ്ടേ ഞങ്ങൾക്ക് അതറിയാമായിരുന്നു, പണ്ട് തന്നെ ഞങ്ങൾക്ക് അത് തോന്നിയിരുന്നു എന്ന് പറയും. അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അവര് മറ്റ് കാര്യങ്ങളൊന്നും അതിനകത്ത് ആരും ചോദ്യം ചെയ്യപ്പെടത്തില്ല. അപ്പോ ഈ ഒരു മാറ്റം സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം, സൗദി അറേബ്യ ഗൾഫിന്റെ ഒരു നേതാവാണ്. ആ പൊസിഷൻ നിലനിർത്താൻ അവർ ആഗ്രഹിക്കും. പക്ഷേ സാങ്കേതിക ടെക്നോളജികളും മറ്റ് വളർച്ചയൊക്കെ നോക്കുമ്പോൾ സൗദിയേക്കാൾ ജനസംഖ്യ കുറവാണെങ്കിലും ചെറിയ രാജ്യങ്ങൾ ആണെങ്കിലും UAE വലിയ കുതിപ്പാണ് നടത്തുന്നത്. അപ്പൊ ഇവർ തമ്മിൽ പല രീതിയിലും ഒരു സൗന്ദര്യ പിണക്കമുണ്ട്, ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ ഇടയിൽ ഈ തുർക്കി എന്ന രാജ്യം ഇസ്ലാമിക ലോകത്തിന്റെ നേതാവാൻ സ്വയം ശ്രമിക്കുക. കാരണം അവരായിരുന്നു പണ്ട് ഇസ്ലാമിക ലോകത്തിന്റെ നേതാവ്. ഖലീഫ, തുർക്കി സുൽത്താൻ ആയിരുന്നു ഖലീഫ. ഖാലിഫൈറ്റ് എന്നായിരുന്നു ഇസ്ലാമിക ലോകത്തിന്റെ പേര്. അപ്പൊ അവര് അതിനിടയ്ക്ക് അങ്ങനെ ഒരു ശ്രമം നടത്തുന്നു. അപ്പൊ ഈ ആന്തരിക സംഘർഷങ്ങൾ അതിന്റെ ഭാഗമാണ് ഇപ്പോൾ നടക്കുന്ന ഈ ബാങ്കിങ് മേഖലയിലെ ഒരു പരസ്പര തർക്കം. പിന്നെ ഈ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ ധനകാര്യ സ്ഥാപനങ്ങൾ ഏറ്റവും അധികം ഗൾഫിൽ ഉള്ളത് 2 രാജ്യങ്ങളിലാണ്. ഒന്ന് UAE അബുദാബി ആ ഭാഗത്ത്, മറ്റത് ബഹ്റൈൻ. ഈ 2 രാജ്യങ്ങളിലാണ് ധനകാര്യ സ്ഥാപനങ്ങൾ നിൽക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് സൗദിക്ക് ഇതിലൊക്കെ ഒരു ഇഷ്ടക്കേടുണ്ട്. കാരണം സൗദി നോക്കുമ്പോൾ സൗദിയുടെ പണം കൈകാര്യം ചെയ്യുന്നത് മറ്റ് ഗൾഫ് രാജ്യങ്ങളാണ്. പണം കൂടുതൽ സൗദിക്കാണ്. കാരണം ഏറ്റവും കൂടുതൽ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ മാത്രമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് സൗദി അറേബ്യ. റഷ്യ, അമേരിക്ക, US, സൗദി, ഈ 3